അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം നമുക്ക് വായിക്കാം. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനും അവരെ സാത്താൻ്റെ കെണിയിൽ നിന്നും സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും രക്ഷിച്ച് ദൈവമക്കളും ദൈവരാജ്യത്തിന് അവകാശികളും ആക്കി തീർക്കുവാനാണ്. പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന 2 സ്ഥലങ്ങൾ ആണ് സ്വർഗവും നരകവും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ 2 സ്ഥലങ്ങളെയും കുറിച്ച് ആധികാരികമായി പഠിപ്പിച്ചിട്ടുള്ള ഒരേയൊരു വ്യക്തി. ദൈവത്തെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. എന്നാൽ നരകത്തിൽ പ്രവേശിക്കുവാനായി കാത്തിരിക്കുന്നത് സാത്താനും അവൻ്റെ ദൂതന്മാരുമാണ്. ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ പാപം ചെയ്ത് ജീവിക്കുന്നവർ പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ സാത്താൻ്റെ മക്കളും സാത്താനോടൊപ്പം നരകത്തിൽ പോകേണ്ടി വരും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിനെ തൻ്റെ രക്ഷിതാവായി അംഗീകരിച്ച് പാപത്തെ ഏറ്റ് പറയുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമക്കളാകുവാൻ യേശു അധികാരം കൊടുത്തു എന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മെ നിയന്ത്രിക്കുവാനുള്ള അധികാരം യേശുവിനെ കൊടുക്കുക എന്നാണ് അർത്ഥം. അപ്രകാരം നമ്മെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം നാം യേശുവിന് കൊടുത്താൽ യേശു നമുക്ക് ശിഷ്യന്മാരുടെ നാവും ശിഷ്യന്മാരുടെ ചെവിയും ശിഷ്യന്മാരുടെ കണ്ണുകളും തരും. യേശു നമുക്ക് നാവ് തന്നാൽ നമ്മുടെ നാവ് വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുകയില്ല. തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ മാത്രമേ നമ്മുടെ നാവ് നാം ഉപയോഗിക്കൂ. യേശു തന്ന ചെവിയാണ് നമുക്കുള്ളതെങ്കിൽ നീതികെട്ട ആദരങ്ങൾക്കും വ്യാജം പറയുന്ന നാവിനും നാം ചെവി കൊടുക്കുകയില്ല. യേശു തന്ന കണ്ണ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു നീചകാര്യവും നമ്മുടെ കണ്ണിന് മുമ്പിൽ നാം വയ്ക്കുകയില്ല. തന്നെയുമല്ല, സകല വ്യാജമാർഗവും നാം വെറുക്കുകയും ചെയ്യും. ഇപ്രകാരം യേശുവിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരമാണ് യേശു തന്നത്. നാം യേശുവിൻ്റെ നാവും കണ്ണും ചെവിയും ഉള്ളവരാണോ? നമ്മുടെ നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ യേശുവിൻ്റെ പാദപീഠത്തിൽ അഭയം പ്രാപിക്കൂ. യേശു തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുകയും നമ്മുടെ കണ്ണിനും ചെവിക്കും നാവിനും പരിച്ഛേദന തരികയും സാത്താൻ്റെ കെണിയിൽ നിന്നും നാമും നമ്മെ കാണുന്നവരും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. യേശു നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കണമെങ്കിൽ യേശുവിൻ്റെ കൽപ്പനകൾ നാം അനുസരിച്ചേ മതിയാകൂ. യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ നാം അനുവദിച്ചില്ലെങ്കിൽ സാത്താൻ നമ്മെ നിയന്ത്രിക്കുവാൻ തുടങ്ങും. സാത്താൻ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ ശൗലിനെ പോലെ നാമും വാക്കുകൊണ്ടും പേന കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവർക്കെതിരെ കുന്തം ചാടിക്കും, അഥവാ കുന്തം എറിയും. കാരണം ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായത്താൽ വഷളാക്കും. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാ കാലത്തും പാപം ചെയ്യുവാൻ കൊതിക്കുന്ന മനുഷ്യരെ സാത്താൻ ദൈവത്തിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ വചനം അനുസരിക്കുന്ന തൻ്റെ മക്കളുടെ അടുക്കൽ സാത്താൻ്റെ വേല നടക്കുകയില്ല. അതുകൊണ്ടാണ് അഭിഷേകം നഷ്ടപ്പെട്ടവനും തന്നെ കൊല്ലുന്നതിനായി 3000 പട്ടാളക്കാരുമായി തന്നെ അന്വേഷിച്ച് നടക്കുന്നവനുമായി ശൗലിനെ കൊല്ലുവാൻ ദാവീദിന് ദൈവം അവസരം കൊടുത്തിട്ടും യഹോവയുടെ അഭിഷിക്തന് നേരെ കൈ ഓങ്ങുവാൻ എനിക്ക് സംഗതി വരരുതേ എന്ന് ദാവീദ് ദൈവത്തോട് നിലവിളിച്ചത്. അഭിഷേകം നഷ്ടപ്പെട്ടവരെ ന്യായം വിധിക്കുവാൻ ദൈവം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആരെങ്കിലും അതിന് തയ്യാറായ ലൂസിഫർ ചെയ്തതിലും വലിയ പാപമാണ് അവർ ചെയ്യുന്നതെന്ന് നാം ഓർക്കണം. കുരിശ് കണ്ടാൽ സാത്താൻ പേടിക്കും എന്ന് പറയുന്നവർ ധാരാളമാണ്. എന്നാൽ സാത്താൻ യാത്ര ചെയ്യുന്നത് തന്നെ കുരിശും പിടിച്ചാണ് എന്ന് നാം മറന്നു പോകരുത്. കാരണം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ പാപം ചെയ്യുന്നവരെ കണ്ടാൽ സാത്താൻ്റെ കുരിശ് സാത്താൻ അവനെക്കൊണ്ട് ചുമപ്പിക്കും. മ്ലേച്ഛതയും ചതിവും വഞ്ചനയും ഭോഷ്കും കൊലപാതകവുമാണ് സാത്താൻ്റെ കുരിശ് ചുമക്കുന്നവർ സാധാരണയായി ചെയ്യേണ്ടി വരുന്നത്.
സാത്താൻ്റെ അടിമനുഖത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് യേശുവിൻ്റെ പ്രിയമക്കളാക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഊറ്റിത്തന്നത് നമ്മുടെ പാപം പോക്കുവാനാണ്. ഇഷ്ടപ്രകാരം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നത് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനാണ്. യേശു പറഞ്ഞു, ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ വീണ്ടും വന്ന് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിച്ച് യേശുവിനെ കാത്ത് ജീവിക്കുന്നവരെ തന്നെ യേശു വസിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുകയാണെന്ന് നാം മനസ്സിലാക്കുകയാണ്. യേശുവിൻ്റെ വാക്കുകളൊന്നും മാറിപ്പോയിട്ടില്ല, ഇനി മാറിപ്പോവുകയുമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോകും, എൻ്റെ വചനങ്ങൾ ഒരു നാളും മാറിപ്പോവുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘങ്ങളിൽ ഇനി വരുന്നത് പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയല്ല എന്ന് നാം ഓർക്കണം. ഇനി യേശു വരുന്നത് പാപം ചെയ്യാതെ യേശുവിനായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധരെ ചേർക്കുവാനാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാനാണ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നാം പലതിനെ ചൊല്ലി വിലപിച്ചും മനം കലങ്ങിയുമിരുന്നാൽ യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ നമുക്ക് പങ്കെടുക്കുവാൻ കഴിയാതെ നാം പാപത്തിൽ വീഴുവാൻ സാധ്യതയുണ്ട്. പാപത്തിൽ നിന്നും രക്ഷ നേടുവാനും ദൈവമകനും ദൈവമകളുമായി ജീവിക്കുവാനും യേശുവിനെ എതിരേൽക്കുവാനായി മേഘത്തിൽ എടുക്കപ്പെടുവാനും നാം ചെയ്യേണ്ടത് നമ്മുടെ കൈവശമുള്ള ബൈബിൾ വായിക്കുകയും നാം അനുസരിക്കണമെന്ന് ദൈവം അതിൽ എഴുതി വെപ്പിക്കുകയും ചെയ്തിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നാം ഉപേക്ഷിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും ചെയ്യണം. നാം സ്നാനം മുങ്ങേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ടാണ്. അത് ചെയ്യാതെയുള്ള ഏത് സ്നാനവും വെറും കുളി മാത്രമാണെന്ന് നാം ഓർക്കണം. ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകാറുള്ള സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കാതെ യേശുവിൻ്റെ ആത്മാവിനോട് മാത്രം ചോദിക്കുക. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സകല സംശയവും തീർത്ത് തരുവാൻ പരിശുദ്ധാത്മാവിന് ഉത്തരവാദിത്വമുണ്ട്. തിരുവെഴുത്തുകൾ തിരിച്ചറിയേണ്ടതിന് യേശു നമ്മുടെ ബുദ്ധിയെ തുറക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഒരു വേദപണ്ഡിതനും നമ്മുടെ ബുദ്ധിയെ തുറക്കുവാനുള്ള കഴിവില്ലെന്ന് നാം മനസ്സിലാക്കണം. ആകയാൽ നമ്മുടെ സംശയങ്ങൾ യേശുവിനോട് മാത്രം ചോദിക്കൂ. മറ്റാരോട് ചോദിച്ചാലും അവർ പഠിച്ചു വച്ചിരിക്കുന്ന അറിവേ അവർക്കുള്ളൂ. അവർ ആ അറിവ് മാത്രമേ നമുക്ക് പകർന്നു തരികയുള്ളൂ. പാപം ചെയ്താണ് അവർ ജീവിക്കുന്നതെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് അവരിൽ കൂടി നമുക്ക് അർത്ഥം പറഞ്ഞു തരികയില്ല എന്നും നാം ഓർക്കണം. ആകയാൽ ഏത് കാര്യത്തിനും നമുക്ക് യേശുവിൻ്റെ അടുക്കൽ കടന്നു വരാം. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാം. അവൻ ജീവനുള്ള സത്യദൈവമാണ്, പാപത്തെ വെറുക്കുന്നവനാണ്, നല്ല വീണ്ടെടുപ്പുകാരനാണ്, നല്ല സ്നേഹിതനുമാണ് കർത്താവായ യേശു ക്രിസ്തു, നല്ല പിതാവുമാണ്. അപ്പോൾ തന്നെ അവൻ തീഷ്ണതയുള്ള ദൈവവും നല്ല ന്യായാധിപതി കൂടിയാണ്. ആകയാൽ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കറയും ചുളുക്കവുമില്ലാതെ പാപത്തെ വെറുത്ത് ജീവിക്കുകയും നിത്യജീവനെ നമുക്ക് അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും ആകാശമേഘത്തിൽ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ അങ്ങേ എതിരേൽക്കുവാനായി ആകാശമേഘത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കുകയാണമേ. അങ്ങയുടെ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളുടെയും ബുദ്ധിയെ അങ്ങ് തുറക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.